Hello guys, welcome back to 120 Rules of Grammar in 120 minutes. Rule number 17. ഒരു സെന്റൻസിൽ രണ്ട് സബ്ജക്റ്റിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ടുഗദർ വിത്ത്, അലോങ് വിത്ത്, ആസ് വെൽ ആസ്, ആൻഡ് നോട്ട്, ഇൻ അഡീഷൻ ടു, ലൈക്ക്, അൺലൈക്ക്, വിത്ത്, റാദർ ദാൻ, എക്സെപ്റ്റ്, നോ ലെസ് ദാൻ, നത്തിങ് ബട്ട്, മോർ ദാൻ വൺ, ഇങ്ങനത്തുള്ള കുറച്ച് വേർഡ്സ് വെച്ചിട്ടാണ് ഒരു സെന്റൻസിൽ രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ വെർബ് എപ്പോഴും ഫസ്റ്റ് സബ്ജക്റ്റിനെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഹീ ആൻഡ് നോട്ട് ഹിസ് ഫ്രണ്ട്സ് ആർ ഫൗണ്ട് ഗിൽറ്റി. ഇവിടെ ഹീനെയും ഫ്രണ്ട്സിനെയും കണക്ട് ചെയ്തേക്കുന്നത് എന്ത് വെച്ചിട്ടാ? ആൻഡ് നോട്ട് വെച്ചിട്ട്. ആൻഡ് നോട്ട് വെച്ച് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ വെർബ് ആരെയായിരിക്കും ഫോളോ ചെയ്യുന്നത്? ഫസ്റ്റ് സബ്ജക്റ്റിനെ. ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഹീ ആയിരിക്കും. ഹീ എന്ന് പറയുമ്പോൾ ഒരു സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ വെർബ് എന്ത് വരുള്ളൂ? സിംഗുലറേ വരുള്ളൂ. ഇവിടെ ആറാണ് വരുന്നത്, ആറല്ല വരുന്നത്, ഈസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഹീ ആൻഡ് നോട്ട് ഹിസ് ഫ്രണ്ട്സ് ഈസ് ഫൗണ്ട് ഗിൽറ്റി എന്നായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഈ ഇത്രയും കുറച്ച് വേർഡ്സ്, ആസ് വെൽ ആസ്, ടുഗദർ വിത്ത്, അലോങ് വിത്ത്, ആൻഡ് നോട്ട്, ഇൻ അഡീഷൻ ടു, ലൈക്ക്, അൺലൈക്ക്, ഈ ഇത്രയും വേർഡ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ എപ്പോഴും ഒരു സെൻറ്റൻസിൽ രണ്ട് സബ്ജക്റ്റിനെ ഈ വേർഡ്സ് വെച്ചിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ വെർബ് എപ്പോഴും ഫസ്റ്റ് സബ്ജക്റ്റിനെ ആയിരിക്കും ഫോളോ ചെയ്യുന്നതെന്ന് ഓർത്ത് വെച്ചിരിക്കും. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.